തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ കണ്ണൻകുളങ്ങര വാർഡിൽ നിന്നും മിന്നും വിജയം നേടിയ NDA സ്ഥാനാർത്ഥി മുംതാസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് താമര ചിഹ്നത്തിൽ മുംതാസ് കരുത്തു കാണിച്ചത്. വികസന രാഷ്ട്രീയമാണ് തന്നെ BJP-യിലേക്ക് അടുപ്പിച്ചതെന്നാണ് മുംതാസ് പറയുന്നത്. മുംതാസ് ഒപ്പം ചേരുന്നു. മുംതാസ്, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. നേരിട്ട് ഒരുപക്ഷെ സാനൂക്യ സജീവ് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടാകാം. ഇത് ജനം TV-യുടെ വക അഭിനന്ദനങ്ങൾ, വിജയാശംസകൾ. മുന്നേറുക, ഇനിയും ഏറെ ദൂരെ. മുംതാസിലേക്ക് വരാം. മുംതാസ്, PA സഹാബുദ്ദീൻ്റെ മകൾ, താഹയുടെ ഭാര്യ. എങ്ങനെയാണ് ഈ വിജയം മുംതാസിലേക്ക് എത്തിച്ചേർന്നത്? ഇതൊരു അനുഗ്രഹമാണ് സത്യത്തിൽ. നമ്മുടെ കണ്ണൻകുളങ്ങര എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ ഒന്നായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. കൂടെ പ്രവർത്തിച്ച പ്രവർത്തകരുടെയും നമ്മുടെ സംഘടനയുടെയും ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് വിജയത്തെ കണക്കിലാക്കുന്നത്. മുംതാസ്, എങ്ങനെയാണ് BJP-യിലേക്ക് എത്തിയത്? ഞാൻ 8 വർഷം മുമ്പാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അത് ചെന്നൈയിൽ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് BJP-യുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്തിരുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് തന്നെ. അതിനെ തുടർന്ന് 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെമ്പർഷിപ്പിൽ തുടരുകയും ലാസ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ തൃശ്ശൂരിൽ ബഹുമാനപ്പെട്ട MP സുരേഷ് സാറിന് വേണ്ടിയിട്ട് വടൂക്കര ഭാഗങ്ങളിൽ കുടുംബസംഗമങ്ങളും മറ്റ് പ്രചരണ പരിപാടികളിലും സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു അവസരം എന്നെ തേടി വരുന്നത്. ശരി മുംതാസ്, ഈ ഒരുപക്ഷെ BJP ദേശീയ അടിസ്ഥാനത്തിൽ സജീവമാകുന്ന സമയമാണ് ഈ 8 വർഷങ്ങൾക്ക് മുൻപ് എന്നത്. ഭരണമൊക്കെ കിട്ടി, കൂടുതൽ സജീവതയിലേക്ക് വരുന്ന സമയമാണ്. പക്ഷെ കേരളത്തിൽ അപ്പോഴും വലിയൊരു മുൻതൂക്കം BJP-ക്ക് ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ പതുക്കെ ഉണ്ടായി വന്ന് വലിയ മുന്നേറ്റത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് അന്ന് BJP-യിൽ ചേരണമെന്ന തീരുമാനം എടുത്തത്? അത് സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാവില്ലല്ലോ, മനസ്സുകൊണ്ട് നമുക്ക് തോന്നണമല്ലോ. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ മനസ്സിലതുണ്ടാകണമല്ലോ. തീർച്ചയായും അത് വളരെ നല്ല ഒരു ലൈനാണ്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ച ചോദ്യവും അത് തന്നെയാണ്. 8 വർഷത്തിന് മുൻപ് ഞാനിതിൽ അംഗമാകുമ്പോൾ, സംഘടനയിൽ അംഗമാകുമ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ സജീവമായി പങ്കെടുത്തതും. അതിനായിട്ട് ഒരു വേദി ഒരുക്കാൻ അന്ന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി സംഘടന എനിക്ക് നൽകിയിരുന്നു. അത് ഇന്ന് കുറച്ചുകൂടി പ്രാവർത്തികമാക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയായിരുന്നു ഞാൻ അതിൽ അംഗമായത്. ശരി, ഈ ഞങ്ങളുടെ ഓഫീസിൽ ഈ ദേശീയ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന തൃശ്ശൂർക്കാരനുണ്ട്. ഇപ്പോൾ മുംതാസ് സംസാരിക്കുന്നത് പോലെ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്ന ഐസൻ ജോസ്. അപ്പോൾ ഐസൻ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ പറയുകയാണ്. കാരണം അവിടെ ലോക്സഭാ അംഗം സുരേഷ് ഗോപിയാണ്. ഇപ്പോൾ ഈ മുംതാസ് ഉൾപ്പെടുന്ന ഡിവിഷനിൽ തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി എന്ത് നടപടിയാകും എടുക്കുക? അത് എങ്ങനെയാവും BJP-യിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോവുക? ഈ പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്ന പോലെ തൃശ്ശൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കൊക്കാല ഡിവിഷനിലാണ്. അതും NDA സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ വരുന്ന ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലേക്കും നമ്മുടെ വികസന പരിപാടികൾ, നരേന്ദ്രമോദി എന്ന വികസനത്തിൻ്റെ ഒരു
ഐഡിയലായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ എല്ലാവിധ പദ്ധതികളും വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. മുംതാസ്, നോക്കൂ, ഈ മുംതാസ് വിജയിച്ച ഈ വാർഡിൻ്റെ പൊതുവായ സ്വഭാവം എന്താണ്? കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നല്ലോ വിജയിച്ചത്. ഇവിടെ 90% ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ്. ഞാൻ മതം പറയുന്നതല്ല, മറിച്ച് അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ കാര്യം. എന്തുകൊണ്ട് ഞാൻ എന്നുള്ള ഒരു ചോദ്യം വന്നതും അവിടെ തന്നെയാണ്. പക്ഷേ ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പ്രബുദ്ധത എന്ന് പറയുന്ന ഒരു നല്ല വാക്കിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ആളുകളാണ്. ആ ഒരു ടാഗ് ലൈൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇവിടെ പ്രചരണ പരിപാടികളിലോ മറ്റ് ചർച്ചകളിലോ ഒരിക്കലും രാഷ്ട്രീയം ചർച്ചയാവുന്നില്ല. കൂടുതലും നമുക്ക് ഈ നാട്ടിൽ ഓരോ വ്യക്തിക്കും ഓരോ വീട്ടിലും എന്തെല്ലാം പദ്ധതികൾ അവർ അർഹിക്കുന്നുണ്ട്, അത് അവകാശത്തോടു കൂടി തന്നെ അവർ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അത്തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളാണ് എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ഫലവത്തായത്. ശരി മുംതാസ്, ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് വാർഡിൽ മുംതാസിനെ സ്ഥാനാർത്ഥിയാക്കിയ BJPയുടെ ധീരത, BJPയുടെ നീക്കം ഇപ്പോൾ എങ്ങനെ ഓർക്കുന്നു? ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതൊരു വെല്ലുവിളി എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം സംഘടനയുടെ മുന്നിലേക്ക് വെച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം. കാരണം ജനങ്ങളുടെ മുന്നിലേക്ക് മതത്തിനെ അപ്പുറം എന്താണ് ഒരു വ്യക്തിയിലൂടെ ഒരു സംഘടനയിലൂടെ ആ നാട്ടിൽ ഓരോ വ്യക്തിക്കും ലഭ്യമാവുക, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രതിനിധിയെ ആണ് അവർ മുന്നോട്ട് വെച്ചത്. എൻ്റെ സംഘടന എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരേ ഒരു തത്വം, വികസനം ഏത് രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, അതിന് ഒരു പ്രതിനിധി ആ ഒരു വ്യക്തിയെ മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ആ വ്യക്തിയിലൂടെ ആളുകളിലേക്ക് കണക്ഷൻ, അതാണ് സംഘടന ആഗ്രഹിച്ചതും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു വെല്ലുവിളി NDA വളരെ വ്യക്തമായ രീതിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. മുംതാസ്, തുടരണം. ഇനിയും വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കാരണം വികസിത ഭാരതത്തിൽ നിന്ന് വികസിത കേരളം, വികസിത അനന്തപുരി, വികസിത തൃശ്ശൂർ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് BJP ഓരോ പ്രദേശത്തും വോട്ട് ചോദിച്ചതും. വിവാദങ്ങൾക്ക് പിന്നാലെ പോവുകയായിരുന്നില്ല. മുംതാസാണ് വോട്ട് ചോദിക്കാൻ വരുന്നത് താമര ചിഹ്നത്തിൽ. എന്താണ് വോട്ടർമാരോട് പറഞ്ഞത്? എന്തു പറഞ്ഞാണ് വോട്ട് തേടിയത്? നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമ്മൾ ഒരു രാഷ്ട്രീയ വിവാദങ്ങളോ മറ്റ് അനുബന്ധ കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടില്ല. ഓരോ വോട്ടേഴ്സിൻ്റെ അടുത്തെത്തുമ്പോഴും ഈ ഒരു ദേശത്ത്, ഈ ഒരു നാട്ടിൽ ഓരോ വ്യക്തിക്കും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഓരോ വ്യക്തിയുടെയും ഒരു വീക്ഷണം ഉണ്ടാകും അവർ താമസിക്കുന്ന ഒരു പ്രദേശത്തിനെ കുറിച്ച്. അതാദ്യം മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു വികസനത്തിലേക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും, അതായത് അംഗനവാടി, ലൈറ്റുകൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ ഓരോ പദ്ധതികളും അക്കമക്കമായി നമ്മൾ വേർതിരിച്ച് ഒരു പ്രകടന പത്രികയിലൂടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ട വികസന പദ്ധതികൾ നൽകുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രകടനത്തിൽ, അല്ലെങ്കിൽ വോട്ട് ചോദിച്ച് കൊണ്ടുള്ള ആ ഒരു പ്രവർത്തന രീതിയിൽ കൂടുതലും നമ്മൾ മുന്നോട്ട് വെച്ചത്.
അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കുറച്ചുകൂടിയും ഇറങ്ങിച്ചെല്ലാൻ സംഘടനയ്ക്കും എനിക്കും സാധിച്ചു എന്നുള്ളതാണ് വിശ്വാസം. മുംതാസ്, ഈ സംഘടനയെക്കുറിച്ച് എത്ര കൃത്യമായും വ്യക്തമായുമാണ് പറയുന്നത്? അപ്പോൾ ഈ 8 വർഷം കൊണ്ട് എന്താണ് BJP എന്ന് പഠിച്ച് കൃത്യമായി പറയുകയാണെന്ന് ഉറപ്പുണ്ട്. അത് ഓരോ പാർട്ടിയിലെയും ഓരോ വ്യക്തികൾക്കും ഉള്ള ഒരു വിശേഷ ഘടകം എന്ന് പറയുന്നത് അവർ ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ സംഘടനയിൽ നിൽക്കുന്നതിന് ഒരു അടിത്തറ വേണം. ഞാൻ ജയലളിതയുടെ വലിയൊരു ആരാധികയാണ്. ചെറുപ്പം മുതൽ ജയാമ്മയുടെ ആരാധിക എന്ന് പറയുമ്പോൾ ധാരാളം ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് ഞാൻ ഇതിൽ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഘടനയിൽ ഒരു വ്യക്തി ഭാഗമാകുമ്പോൾ ആ സംഘടനയുടെ ഓരോ പദ്ധതിയും ഓരോ കാൽവയ്പും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു തത്വം ഞാൻ ഈ ഒരു പാർട്ടിയിൽ അംഗമാകുമ്പോൾ മുതൽ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് എൻ്റെ സംഘടന ആവശ്യപ്പെടുന്നതും ഓരോ പ്രവർത്തകരോടും ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. കൂടുതൽ സംഘടനയുടെ തത്വങ്ങൾ മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതെല്ലാം പ്രാവർത്തികമാക്കുക. ശരി മുംതാസ്, ഒറ്റ ചോദ്യം കൂടി. അതായത് AP അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് കടന്നു വരുമ്പോൾ ദേശീയ മുസ്ലിം എന്നൊരു വാചകം സജീവമായിരുന്നു. മുംതാസിന് ആ വാക്കിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞാൻ ദേശീയ മുസ്ലിം എന്നതിലുപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ്. ഈ പ്രചാരണ വേളയിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പാർട്ടി, എന്തുകൊണ്ട് ഈ സംഘടനയിൽ ഭാഗമായി, എന്തിനാണ് ഈ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഈ ഒരു സംഘടനയുടെ ഭാഗമാകാനും പ്രവർത്തിക്കാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച തത്വം. ഓരോ നാട്ടിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ വ്യക്തിക്കും ഓരോ വീക്ഷണങ്ങളുണ്ടാകും. ആ വീക്ഷണങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ആളുകളായിരിക്കണം ഒരു സംഘടനയിലെ ഭാഗമാകേണ്ടത്. എനിക്ക് തോന്നുന്നു ദേശീയ മുസ്ലിം എന്നുള്ളത് ഒരു വാക്ക് തന്നെയാണ്, പ്രശസ്തി അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് പൗരൻ എന്നുള്ളതാണ്. ഒരു നാടിൻ്റെ പൗരൻ, ജാതിമത വേർക്ക് ഭേദമന്യേ ഒരു പൗരൻ എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ മുസ്ലിം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. യെസ്, കൃത്യം, വ്യക്തം. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് BJPയുടെ സഹയാത്രികയായി എന്താണ് BJP എന്ന് പഠിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് തലയെടുപ്പോടെ നിൽക്കുന്നു മുംതാസ് താഹ. തൃശ്ശൂർ കണ്ണംകുളങ്ങര വാർഡിൽ നിന്ന് വലിയ വിജയമാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് 77 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് മുംതാസിൻ്റെ വിജയക്കുതിപ്പ്. അതിനെയും തുടരട്ടെ. ജയിച്ചത് എന്താണോ വോട്ടർമാരോട് പറഞ്ഞ് വോട്ട് തേടിയത് അത് പാലിച്ച് മുന്നേറുക. ഇനിയും ഏറെ മുന്നേറാൻ കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ജനം TV വേണ്ടി ആശംസിക്കുന്നു. ഒരുപാട് നന്ദി മുംതാസ്.